ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്സ് തിയറം. ഗ്രീൻസ് തിയറം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതിന്റെ 3 ഡയമെൻഷണൽ എക്സ്റ്റൻഷൻ എന്ന് പറയാം സ്റ്റോക്സ് തിയറം. അപ്പൊ അതിന് സ്റ്റേറ്റ്മെന്റ് നോക്കാം. Let Mi plus Nj plus Vk be a vector field over an oriented surface S. ഏതൊരു ഓറിയന്റഡ് സർഫസ് S ഉണ്ട്. ഞാൻ ഇങ്ങനെ എടുക്കുന്നു that surface. ഇതാണ് സർഫസ് വിചാരിക്കുക S. If C is the boundary of S, C is the boundary. അപ്പോൾ ഈ സർഫസിന്റെ ബൗണ്ടറി ആണ് ഇത് C. അപ്പോൾ അതിന്റെ അപ്പുറത്തെ സൈഡ് കൂടി ഉണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇവിടെ കണ്ടീഷൻ ഉണ്ട്, കൗണ്ടർ ക്ലോക്ക് വൈസ് ഓറിയന്റേഷൻ ആയിരിക്കണം C ഉള്ളത്. Then circulation of F along C. So this is circulation integral is equal to, this is curl integral. So circulation of F through C is equal to flux of curl. ആ രീതിയിൽ നമുക്ക് പറയാം. കാരണം നമ്മൾ ഫ്ലക്സ് ഓഫ് എ വെക്ടർ ഫീൽഡ് F ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതായത് ഫ്ലക്സ് ഓഫ് F അക്രോസ് എ സർഫസ് ഓഫ് വെക്ടർ ഫീൽഡ് F ഇവാലുവേറ്റ് ചെയ്യുന്നത് സർഫസ് ഇന്റഗ്രൽ F ഡോട്ട് ആൻഡ് D സിഗ്മ ആയിരുന്നു. ഇപ്പൊ ഇവിടെ ഡെൽ ക്രോസ് എഫിന്റെ ആണ് ശരിക്കും ഫ്ലക്സ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഡെൽ ക്രോസ് എഫിന് നമ്മൾ കേൾ എന്നാണ് വിളിക്കുന്നത്. ദിസ് ഈസ് കേൾ ഇന്റഗ്രൽ. അപ്പൊ ഇതില് ഈ രണ്ട് ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യണം. ആ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് വെരിഫൈ സ്റ്റോക്സ് തിയറം. വെരിഫൈ സ്റ്റോക്സ് തിയറം വരുമ്പോൾ സർക്കുലേഷൻ ഇന്റഗ്രലും അതേപോലെ തന്നെ കേൾ ഇന്റഗ്രലും രണ്ടും ഇവാലുവേറ്റ് ചെയ്യണം. സർക്കുലേഷൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഈ കർവിന്റെ പാരാമെട്രിക് ഇക്വേഷൻ കണ്ടെത്തും. കാരണം ഇത് ലൈൻ ഇന്റഗ്രൽ ആണ്. കർവിന്റെ പാരാമെട്രിക് ഇക്വേഷൻ കണ്ടെത്തും. എന്നിട്ട് അതിനെ R is equal to എന്ന് എക്സ്പ്രസ് ചെയ്യും. dr നമുക്ക് കാണാൻ പറ്റും. എഫിലെ ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ f ഡോട്ട് dr is over C ആണ്. അപ്പൊ എഫിനെയും നമ്മൾ ഏതിന്റെ ടേംസിലോട്ട് മാറ്റും? ആ പാരാമീറ്റർ T ആണെങ്കിൽ T യുടെ ടേംസിലോട്ട് മാറ്റും. f ഡോട്ട് dr ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് ഓവർ C, അപ്പൊ T വേരിയേഷൻ വരുന്ന T യുടെ ലിമിറ്റുകളായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുക. അപ്പൊ അത് ലൈൻ ഇന്റഗ്രൽ ആണ്. രണ്ടാമത്തത് കേൾ ഇന്റഗ്രൽ. ഇത് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് F കാണാം, ഡെൽ ക്രോസ് F കാണാം. Now n is normal to the surface. അപ്പൊ ഇവിടെ n ഉം d സിഗ്മ ഒക്കെ ഉണ്ട്. ഈ സർഫസിന്റെ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് രണ്ട് രീതിയിൽ അതിനെ എക്സ്പ്രസ് ചെയ്യാം. ഒന്ന്, ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് കാര്യങ്ങളൊന്ന് n ആണ്. n is equal to del g divided by magnitude of del g. കാരണം ഇത് g of xyz is equal to c എന്നുള്ള രീതിയിലാണ് നമ്മൾ സർഫസിനെ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ del g is normal to the surface. അതിനെ മാഗ്നിറ്റ്യൂഡ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ് നോർമൽ ആയി. and d sigma is del g യുടെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് del g dot p dA. ഇങ്ങനെയാണ് നമ്മൾ സർഫസ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത സമയത്ത് പ്രത്യേകിച്ച് g of xyz കാർട്ടീഷ്യൻ ഫോമിൽ ഈ സർഫസിന്റെ ഇക്വേഷൻ കിട്ടുമ്പോൾ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n, പ്രത്യേകിച്ച് അതിനകത്ത് വരുന്ന കോൺസ്റ്റന്റ്, ഈ del g is a vector, magnitude of del g കോൺസ്റ്റന്റ്. അപ്പൊ ഇവിടെ ഡിനോമിനേറ്റർ വരും ആൻഡ് മുകളിൽ വരും. രണ്ട് del g മാഗ്നിറ്റ്യൂഡുകൾ ക്യാൻസൽ ചെയ്ത് പോകും. ആൻഡ് p, പിന്നെ ഈ സർഫസ് ഇന്റഗ്രൽ ഇവാലുവേഷൻ. സർഫസ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു പ്ലെയിനിലോട്ട് പ്രൊജക്ട് ചെയ്യും. പ്രൊജക്ട് ചെയ്തിട്ട് R കാണും. ആ ആറിലാണ് ലിമിറ്റുകൾ വരിക, എക്സ് വൈ ഒക്കെ ലിമിറ്റുകൾ വരിക, ഇവാലുവേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം സർഫസിനെ G എന്ന് വിളിക്കേണ്ടി വരും. del G കാണേണ്ടി വരും. അതിന് ഏതെങ്കിലും പ്ലെയിനിലോട്ട് പ്രൊജക്ട് ചെയ്യേണ്ടി വരും. പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നോർമൽ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടറിനെ P എന്ന് നമ്മൾ എടുക്കും. del G dot P യുടെ മാഗ്നിറ്റ്യൂഡ് ആണ്.
ഡെൽ ക്രോസ് എഫ് ആണ്. സോ ഡെൽ ക്രോസ് എഫ് കണ്ടെത്തും. ഈ ഡെൽ ക്രോസ് എഫ് എന്ന് പറയുന്നത് കിട്ടുന്ന ഒരു വെക്ടറായി ഡോട്ട് എൻ. എൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഡെൽ ജി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ ജി ഇൻറ്റു ഡി സിഗ്മ എസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ ജി ഡോട്ട് പി ഡി എന്ന് വരും. ഓവർ ഇങ്ങനെ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം. അത് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടി വരിക ഡെൽ ജി കാണേണ്ടി വരും, ഡെൽ ജി ഡോട്ട് പിയുടെ മാഗ്നിറ്റ്യൂഡ് ഇത് രണ്ടും കാണേണ്ടി വരും. ഡെൽ ക്രോസ് എഫ് ക്രോസ് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഡെൽ ക്രോസ് എഫ് കാണാം. ഇത് രണ്ടും കൂടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. കിട്ടുന്നതിൽ ഏത് പ്ലെയിനിലോട്ടാണ് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത് ഈ സർഫസിനെ. എക്സ് വൈ ആണെങ്കിൽ ഈ ഡി എന്നുള്ള ഡി എക്സ് ഡി വൈ ആവും. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ അകത്ത് എക്സ് വൈ അല്ലാതെ സെഡ് ഉണ്ടെങ്കിൽ സർഫസിന്റെ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ ആ സെഡിനെ ഏതിലോട്ട് കൺവേർട്ട് ചെയ്യണം, എക്സിലേക്കും വൈയിലേക്കും കൺവേർട്ട് ചെയ്യണം. ഇനി ചിലപ്പോൾ ഇതേ സർഫസിനെ നമുക്ക് പാരാമെട്രിക് ഫോമില് ഒരു ആർ ഓഫ് യു വി എന്നുള്ള രീതിയിൽ തരാം. അങ്ങനെയാണെങ്കിൽ n is given by ru cross rv divided by magnitude of ru cross rv. സർഫസ് ഇന്റഗ്രൽ ഇവാലുവേഷൻ നമ്മൾ ഇതിനു മുമ്പ് ഇത് ചെയ്തിട്ടുണ്ട്. ആൻഡ് d sigma is given by magnitude of ru cross rv du dv. ആ കേസിൽ നമ്മൾ ഇതേ ഇന്റഗ്രൽ ഇങ്ങനെ മാറും. ഡെൽ ക്രോസ് എഫ് നമ്മൾ കാണുന്നുണ്ടാവും, ഒരു വെക്ടർ ആക്കുക ഡോട്ട് ഡബിൾ ഇന്റഗ്രൽ ആയി ആൻഡ് n is ru cross rv divided by magnitude of ru cross rv into magnitude of ru cross rv du dv എന്ന് വരും. അപ്പൊ ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. ലിമിറ്റുകൾ യുവിന്റെയും വിന്റെയും ആയിരിക്കും ലിമിറ്റുകൾ ഉണ്ടാവുക. അപ്പൊ അതെന്തായാലും പാരാമെട്രിക് ഫോമിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് യുവിന്റെയും വിന്റെയും ലിമിറ്റുകൾ കിട്ടും. അപ്പൊ അങ്ങനെയാകുമ്പോൾ അവിടെ നമ്മൾ കണ്ടുവരിക ഒന്ന് പാരാമെട്രിക് ഫോം ഇക്വേഷൻ, യുവിന്റെയും വിന്റെയും ലിമിറ്റുകൾ, ഡോ ആർ ബൈ ഡോ യു കാണാം, ഡോ ആർ ബൈ ഡോ വി കാണാം, രണ്ടും കൂടെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. അപ്പൊ ഇത് കണ്ടുവരും. അതുപോലെ ഡെൽ ക്രോസ് എഫ് കാണുന്നുണ്ടാവും. അത് കണ്ടു കഴിഞ്ഞാലും കിട്ടുന്നതിന്റെ അകത്ത് ശ്രദ്ധിക്കുക നമ്മൾ യുവിന്റെയും വിന്റെയും ടേംസിലോട്ട് മാറ്റിയിരിക്കണം. എക്സും വൈ ഉണ്ടെങ്കിൽ പാരാമെട്രിക് ഫോമിലോട്ട് യുവും വി ആണ് നമ്മുടെ പാരാമീറ്റേഴ്സ് എങ്കിൽ അതിലോട്ട് മാറ്റിയിരിക്കണം. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക, ഡബിൾ ഇന്റഗ്രൽ ചെയ്യാം. ഇനി ഇതില് എക്സ്പെക്ട് ചെയ്യാവുന്ന രണ്ടാമത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ചില കേസിൽ നമുക്ക് തരുന്ന ഈ സർക്കുലേഷൻസ് കാണാനുള്ള കേർവ് രണ്ടോ മൂന്നോ കേർവുകളുടെ കോമ്പിനേഷൻ ആയിട്ട് വരുമ്പോൾ സർക്കുലേഷൻ ഇന്റഗ്രൽ കാണുന്ന ലെങ്തി ആവും. 2-3 ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. അതിന് പകരമായിട്ട് സർഫസ് ഇന്റഗ്രൽ അല്ലെങ്കിൽ കേൾ ഇന്റഗ്രൽ ഫ്ലെക്സിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഈ രീതിയിൽ ഈ ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മള് ഗ്രീൻസ് തിയറത്തിന്റെ അകത്ത് ചെയ്തിരുന്ന ഇതേപോലെ തന്നെ ലൈൻ ഇന്റഗ്രൽസ് അവിടെ ഡബിൾ ഇന്റഗ്രൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്സ് തിയറും ഗ്രീൻസ് തിയറും തമ്മിലുള്ള ഡിഫറൻസ് അവിടെ പറഞ്ഞിരുന്ന കാര്യം 2 ഡയമെൻഷനിൽ ആയിരുന്നു റീജിയൻ, അതിന്റെ ബൗണ്ടറി ആയിട്ടാണ് സി. ഇവിടെ സർഫസ് ആണ്, സർഫസിന്റെ ബൗണ്ടറി ആയിട്ടാണ് ഇത് വരുന്നത് സി. അപ്പൊ അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഗ്രീൻസ് തിയറത്തില് ഗ്രീൻസ് തിയറത്തിലും നമ്മൾ സർക്കുലേഷൻ ഫോം ഓഫ് ഗ്രീൻസ് തിയറം പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ടാൻജൻഷ്യൽ ഫോം ഓഫ് ഗ്രീൻസ് തിയറം പറഞ്ഞിരുന്നു. ഈ ടാൻജൻഷ്യൽ ഫോം ഓഫ് ഗ്രീൻസ് തിയറം അല്ലെങ്കിൽ സർക്കുലേഷൻ ഫോം ഓഫ് ഗ്രീൻസ് തിയറം എന്തായിരുന്നു ആ കേസ്? ഇന്റഗ്രൽ f dot dr is equal to integral m dx plus n dy is equal to double integral over r, ഇത് രണ്ടും ഓവർ c ആണ്, ഡോ n by ഡോ x minus ഡോ m by ഡോ y dx dy. ഇതായിരുന്നു സർക്കുലേഷൻ ഫോം. പക്ഷെ അവിടെ പ്രത്യേകത ആയിരുന്നു f is mi plus nj. And
ഇതിന് വേണമെങ്കിൽ നമുക്ക് ഒരു ആർ എന്നുള്ള റീജിയന് ഒരു സർഫസ്, ഒരു പ്ലെയിൻ സർഫസ് ആണല്ലോ ഇത്. അപ്പൊ പ്ലെയിൻ സർഫസ് ആയിട്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എക്സ് വൈ പ്ലെയിനിലായതുകൊണ്ട് നോർമൽ ഡയറക്ഷനിൽ എൻ എന്ന് പറഞ്ഞ കെ ആവും. അപ്പൊ അവിടെ ഫോർമുലയിൽ ഉണ്ടായിരുന്ന ചേഞ്ച് ആണ് ഡെൽ ക്രോസ് എഫ് ഡോട്ട് കെ ഡി സിഗ്മ ആയിരുന്നു. ചെയ്തു വരുന്ന സമയത്ത് ഡെൽ ക്രോസ് എഫ് ഒക്കെ ചെയ്യുമ്പോൾ ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എൻ ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ എന്ന് വരും. അപ്പൊ ശരിക്ക് ഈ സ്റ്റോക്സ് തിയറത്തിന്റെ ഒരു പെർട്ടിക്കുലർ കേസ് ആണ്, സ്റ്റോക്സ് തിയറത്തിന്റെ എക്സ് വൈ പ്ലെയിനുള്ള കേസാണ് സർക്കുലേഷൻ ഫോം അല്ലെങ്കിൽ ടാൻജൻഷ്യൽ ഫോം ഓഫ് ഗ്രീൻസ് തിയറം. ഈ സ്റ്റോക്സ് തിയറം ഡിസ്കസ് ചെയ്യുമ്പോൾ സർഫസും അതിന്റെ ബൗണ്ടറിയും തമ്മിൽ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. ഇത് ആണ് ഒരു സർഫസ്. സർഫസ് ടു സൈഡഡ് ആണ്, ഓറിയന്റഡ് ആണ്, കാരണം ഇത് ഒരു സൈഡ് ആൻഡ് ബാക്ക് സൈഡ്. അപ്പൊ ഇവിടെ ബൗണ്ടറി എന്ന് പറയുന്നത് ഇതാണ് ബൗണ്ടറി. സപ്പോസ് ഇതാണ് നമ്മുടെ കയ്യിലുള്ള സർഫസ് വിചാരിക്കുക. ഇത് സർഫസ് ആണ്, ഓറിയന്റഡ് ആണ്, കാരണം ഇത് ഔട്ടർ സർഫസ് ആൻഡ് ഇന്നർ സർഫസ്. ഇതിന്റെ ബൗണ്ടറി ഇതാണ് ബൗണ്ടറി. അപ്പൊ സാധാരണ ഒരു പ്ലെയിൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്ലെയിൻ, അല്ലെങ്കിൽ ചെറുതായിട്ട് ചെരിഞ്ഞ് നടക്കുന്ന വിചാരിക്കുക, ഇത് പ്ലെയിൻ. അപ്പൊ ഇതിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ഇത് ടു സൈഡഡ് ആണ്, ഒരു സൈഡ് രണ്ടാമത്തെ സൈഡ്. ഇതിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ഇതൊരു റെക്ടാംഗുലർ ബൗണ്ടറി ആയിരിക്കും വരിക. ഇനി നമുക്ക് സ്റ്റോക്സ് തിയറത്തിന്റെ വെരിഫിക്കേഷൻ, അതേപോലെ സർക്കുലേഷൻ ഇന്റഗ്രൽ, ഈ കേൾ ഇന്റഗ്രൽ ഉപയോഗിച്ച് ചെയ്യുന്ന, സർഫസ് ഇന്റഗ്രൽ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് നോക്കാം. വെരിഫൈ സ്റ്റോക്സ് തിയറം. അപ്പൊ അതെന്തായാലും നമുക്ക് സ്റ്റോക്സ് തിയറം ഒന്ന് എഴുതാം. സ്റ്റോക്സ് തിയറത്തിൽ പറയുന്നത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു ദ സർഫസ് ഇന്റഗ്രൽ ഓഫ് ഡെൽ ക്രോസ് എഫ് ഡോട്ട് എൻ ഡി സിഗ്മ. അപ്പൊ ഈ രണ്ട് ഇന്റഗ്രൽസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. ഇപ്പൊ ആദ്യം തന്നിരിക്കുന്ന ഇതിൽ രണ്ടിലും ഈ സർഫസിന്റെ ബൗണ്ടറി ആയിരിക്കണം കർവ് സി. അപ്പൊ ഇവിടെ എസ് ഇസ് ദ അപ്പർ ഹാഫ് ഓഫ് ദ യൂണിറ്റ് സ്ഫിയർ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സർഫസ് യൂണിറ്റ് സ്ഫിയറിന്റെ അപ്പർ പോർഷൻ ആണ്. So this is the unit sphere in the upper portion എന്ന് വിചാരിക്കാം. So the surface S is x square plus y square plus z square is equal to 1 and the curve is its boundary. Curve boundary ആയിട്ട് വരുന്ന curve ഇതാണ്. This is curve. ഈ curve ശരിക്കും x square plus y square is equal to 1 ആണ്. കർവിന്റെ മുകളിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ലൈൻ ഇന്റഗ്രൽ. ലൈൻ ഇന്റഗ്രൽ ആകുമ്പോൾ നമ്മൾ എപ്പോഴും അതിനെ പാരാമെട്രിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. സോ ഫസ്റ്റ് ടു ഫൈൻഡ് integral over c f dot dr, we have c എന്ന് പറയുന്ന curve. c is the curve x square plus y square is equal to 1, x is equal to cos t, y is equal to sin t, 0 less than or equal to t less than or equal to 2 pi. That means r is equal to cos ti plus sin tj. നമുക്ക് dr വേണം. So dr is equal to minus sin ti plus cos tj. And on c, f is equal to, f നമുക്ക് തന്നിരിക്കുന്നത് 2x minus yi minus yz square j minus y square z k ആണ്. That is equal to, ഇപ്പോൾ 2x minus y എന്ന് പറയുമ്പോൾ 2 cos t minus sin t I, and on this curve z 0 ആണ്. z 0 ആകുമ്പോൾ ബാക്കിയുള്ള രണ്ട് കോമ്പണൻസും 0 ആയി. ഇനി നമുക്ക് വേണ്ടത് f dot dr നെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ f dot dr is equal to, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 cos t minus sin t into minus sin t എന്നാ വരിക. So that is minus 2 sin t cos t plus sin square t. So നമുക്ക് വേണ്ട ഇന്റഗ്രൽ
over c f dot dr is equal to integral ഇനി എല്ലാം ടിയിലോട്ട് മാറി so integral 0 to 2 pi minus sin 2t plus sin square t dt എന്ന് വരും. അപ്പോൾ ഇതിൽ sin 2t നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. sin square t നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ 1 minus cos 2t by 2 എന്ന് എടുക്കും. സോ 0 to 2 pi minus sin 2t plus 1 minus sin 2t plus 1 minus cos 2t by 2. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ that is equal to cos 2t by 2 plus 1 by 2t minus sin 2t by 4. 0 to 2 pi സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. sin 2tയിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും 0 ആയി വരിക. അപ്പോൾ അത് നോക്കണ്ട. cos 2tയിൽ 2 pi സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 വരും. സോ 1 by 2. ആൻഡ് cos 2tയിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും 1 ആ വരിക. രണ്ടും 1 by 2 മൈനസ് ചെയ്യുമ്പോൾ 0 ആയി. അപ്പോൾ അതും നോക്കേണ്ട ആവശ്യമില്ല. ഭാഗം ഇവിടെ 1 by 2tയിൽ മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. 1 by 2tയിലും 2 pi സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പൈ വാല്യൂ വരും. 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 ആയി. സോ ആൻസർ is പൈ. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് നോക്കാം. that is to find integral double integral or the surface integral of del cross f dot n d sigma. സർഫസ് ഞാൻ ഒന്നുകൂടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചിലത് ഒന്ന് n വേണം. that is n is del g divided by magnitude of del g എന്നാണ് നമ്മൾ എടുക്കുക. ആൻഡ് d sigma വേണം. that is magnitude of del g divided by del g dot p. അപ്പോൾ അതുകൊണ്ട് ഏത് സർഫസ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇവിടെ ആദ്യം ജി കൺസിഡർ ചെയ്യുക. ജിയും വേണം, പിന്നെ അതിന്റെ പ്രൊജക്ഷനും വേണം ആർ. സോ ജി is equal to let g of xyz is equal to the surface x square plus y square plus z square minus 1 നൽകാം. ആൻഡ് പ്രൊജക്ഷൻ അങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്ന ഇത് ഈ സർഫസ് ദാറ്റ് ഇസ് ഇൻ എക്സ് വൈ പ്ലെയിൻ. ഇവിടെ y ആക്സ് ഉണ്ട്. സോ അങ്ങനെ വരുമ്പോൾ p is k itself. And r is x square plus y square less than or equal to 1 എടുത്തെടുത്തു. Then p is equal to നമുക്ക് വരിക k ആണ്. And del g is equal to, what is del g? Dou g by dou x into y plus dou g by dou y into അങ്ങനെ നമ്മൾ പോകുമ്പോൾ 2xi plus 2yj plus 2zk വരും. കട്ട് ചെയ്ത് പോകും. സോ del g dot p is equal to just 2z ആണ് വരിക. and that is del g dot k ആണ് വരിക. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് del cross f വേണം. so that is the determinant I, j, k, dou by dou x, dou by dou y, dou by dou z, and 2x minus y, yz square, no, minus yz square, and minus y square z. ഇതായിരുന്നു f വന്നിരുന്നത്. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് I into minus 2yz plus 2yz കട്ട് ചെയ്ത് പോയി. സോ മൈനസ് j into 0 minus 0 അതും പോയി. plus k into dou by dou x of minus yz square, that is 0 minus dou by dou y of
ഒരു -1 വരും, so +1. So this is just only k. So del cross f is k. നമുക്ക് ആദ്യം del cross f dot n d sigma എന്താ വരിക എന്നുള്ളത് കണ്ടു നോക്കാം. എന്നിട്ട് ആ സർഫസ് ഇന്റഗ്രലിലോട്ട് പോകുന്നുള്ളൂ. കാരണം ചിലപ്പോൾ നമുക്ക് അതിനെ എക്സ് വൈയിലോട്ട് മാറ്റേണ്ടി വരും. del cross of I is k dot n. n is del g divided by magnitude of del g. And d sigma is magnitude of del g divided by del g dot p dA എന്ന് വരിക. സോ ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി. ആൻഡ് del g dot p നമ്മൾ നേരത്തെ ചെയ്തു, that is 2k വരിക. സോ k dot and del g is 2xi plus 2ij plus 2zk divided by നമുക്ക് ഇവിടെ കിട്ടിയത് 2z ആ. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് 2z by 2z equal to 1. അപ്പൊ ആകെ 1 വരുന്നുള്ളൂ. നമ്മൾ വേണ്ട ഇന്റഗ്രലിലോട്ട് പോയാൽ ഇന്റഗ്രൽ സർഫസ് ഇന്റഗ്രൽ ഓഫ് del ക്രോസ് എഫ് ഡോട്ട് എൻ ഡി സിഗ്മ ഇസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ കിട്ടിയ പ്രകാരം ദാറ്റ് ഇസ് ഇവിടെ ഒരു ഡി എ ഉണ്ടായിരുന്നില്ലേ, ഡി എ വിട്ടുപോയി, ഡി എ. സോ ഡി എ ആകെ വരാവുന്നത് ഓവർ ആർ ഡി എ എന്നാണ്. ദാറ്റ് ഈസ് ഏരിയ ഓഫ് ആർ. ഏരിയ ഓഫ് ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആറ് സർക്കിൾ ആയിരുന്നു. ദാറ്റ് ഈസ് സർക്കിൾ, ഇന്റീരിയർ ഓഫ് ദ സർക്കിൾ ആണ്. അപ്പൊ അതിന്റെ ഏരിയ ഈസ് പൈ ആർ സ്ക്വയർ. ആറിന്റെ വാല്യൂ 1, സോ ദാറ്റ് ഈസ് പൈ. അപ്പൊ ഇത് തന്നെയായിരുന്നു നമുക്ക് നേരത്തെയും കിട്ടിയത്. സോ സ്റ്റോക്സ് തിയറം ഇസ് verified. Problem 2, using Stokes theorem, find the circulation field of f is equal to around the curve in which the plane z equal to 2 meets the cone. ഇവിടെ സ്റ്റോക്സ് തിയറം ഉപയോഗിച്ചിട്ട് സർക്കുലേഷൻ ഫീൽഡ് കാണാനാണ്. വല്ലാതെയും സർക്കുലേഷൻ ഫീൽഡ് കാണാം. ഇവിടെ എന്തായാലും ആ കർവ് സിയും ഒക്കെ ഒന്ന് നോക്കാം. ഇവിടെ ഒരു കോണാണ് z equal to x square plus y. z is equal to x square plus y square the all raised to 1/2. And ഇതിന്റെ z equal to 2 എന്ന് പറയുന്നത് ഇവിടെ z axis ഉണ്ട്, y axis, x axis. അപ്പൊ ഇവിടെ z equal to 2 ആവുന്ന പ്ലെയിൻ കട്ട് ചെയ്യുന്ന ഈ കോണിനെ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കർവ് ആണ്. സോ ദിസ് ഇസ് ദ കർവ് സി. അപ്പൊ ഇതിന്റെ കർവിനെ നമുക്ക് വേണമെങ്കിൽ പാരാമെട്രിക് ഫോമിൽ എഴുതാം. ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു കർവ് എന്ന് പറയുന്നത് ഏതാണ് ഈ കർവ്? ദിസ് ഇസ് എ സർക്കിൾ. ഏത് സർക്കിൾ ആ z2 ആവുന്നു. z2 ആവുമ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കോണിന്റെ പോർഷൻ അല്ലേ, z2 ആവുമ്പോഴുള്ള കോണിന്റെ പോർഷൻ. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 അറ്റ് ദ ഹൈറ്റ് z ഈക്വൽ ടു 2. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് പറയുന്നത് ശരിക്കും ഇവിടെയുള്ള സർക്കിൾ എക്സ് വൈ പ്ലെയിൻ. അപ്പൊ ഇതിനെ നമുക്ക് വേണമെങ്കിൽ പാരാമെട്രിക് ഫോമിൽ എഴുതാം. എക്സ് ഈക്വൽ ടു 2 കോസ് ടി, വൈ ഈക്വൽ ടു 2 സൈൻ ടി ആൻഡ് z ഈക്വൽ ടു 2. അല്ലെങ്കിൽ ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു 2 കോസ് ടി ഇൻറ്റു ഐ പ്ലസ് 2 സൈൻ ടി ഇൻറ്റു ജെ പ്ലസ് 2k. ഇങ്ങനെ ആർ ഓഫ് ടി എഴുതാം. നമുക്ക് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ, അതായത് സർക്കുലേഷൻ ഇന്റഗ്രൽ കാണാം ഓവർ സി. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ സ്റ്റോക്സ് തിയറം ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ ബൈ സ്റ്റോക്സ് തിയറം സർക്കുലേഷൻ ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ ഓഫ് ഡെൽ ക്രോസ് എഫ് ഡോട്ട് എൻ ഡി സിഗ്മ. അപ്പൊ ഇതാണ് വേണ്ടത്. ഇപ്പൊ നമ്മൾ സർഫസ് ഇന്റഗ്രൽ വേണമെങ്കിൽ നമ്മൾ ആദ്യം ജി എടുക്കണം. സെറ്റ് ജി ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു നമ്മുടെ z minus x square plus y square all raised to 1/2. നമ്മുടെ സർഫസ് എടുക്കുന്ന g. And r is again x square plus y square less than or equal to 4. ഇതാണ് നമ്മൾ r വരെ അതിനെ projection to xy plane. Then p is equal to again k. Del g is equal to
നമുക്ക് അവിടെ ഒരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ കോണിന്റെ ഇക്വേഷൻ z സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാക്കാം. സോ z സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എടുക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ del g is minus 2xi minus 2yj plus 2zk. del g dot p എന്ന് വരുന്നത് 2z വരും. What is f? x square minus y into y plus 4zj plus x square k. അപ്പോൾ ഓരോന്ന് നമുക്ക് കണ്ടു നോക്കാം. f is equal to x square minus y into y plus 4zj plus x square k. n is equal to del g divided by magnitude of del g. Now what is del cross f? Del cross f is determinant I j k dou by dou x dou by dou y dou by dou z x square minus y 4z x square, that is I into 0 minus 4 minus j into 0 j into 2x minus 0 plus k into plus 1. So that is minus 4i minus 2xj plus k. നമുക്ക് വേണ്ടത് del cross f dot n d sigma ആണ്. That is del cross f is minus 4i minus 2xj plus k dot n is del g divided by magnitude of del g and d sigma is magnitude of del g divided by del g dot p dA എന്ന് വരും. ഇത് രണ്ടും കട്ട് ചെയ്തു പോയി. So that is minus 4i minus 2xj plus k dot what is del g? Del g നമ്മൾ എഴുതി വെച്ചത് that is minus 2xi minus 2yj plus 2zk ആണ്. And del g dot p is just 2z. That is minus 2xi minus 2yj plus 2zk divided by 2z ആണ് dA. dA is dx dy. അപ്പോൾ എല്ലാം x yയിലേക്ക് കൊണ്ടുവരണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 8x plus 4xy plus 2zk, no, plus 2z divided by 2z dA. ഇവിടെ z പോകുന്നില്ല, z സർഫസിലെയാണ്. XYZ സർഫസിലാണ്. നമ്മൾ പ്രൊജക്ഷൻ എടുത്തു ഇവിടേക്ക്. dA അല്ലെങ്കിൽ a എന്ന് പറഞ്ഞാൽ r എന്ന് പറഞ്ഞാൽ ഈ പോർഷനാണ്. അപ്പൊ dA എന്ന് പറഞ്ഞാൽ dx dy ആവും. അപ്പൊ അതുകൊണ്ട് ഈ സർഫസിന്റെ ഇക്വേഷന്റെ അകത്തുനിന്ന് നമ്മൾ z നെ മാറ്റി എഴുതണം. z is x square plus y square the all raised to 1/2. അപ്പൊ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആവും നമ്മൾ അങ്ങോട്ടുള്ള ഇന്റഗ്രേഷൻ. So this is 8x plus 4xy plus 2z is 2 root of x square plus y square and divided by 2 root of x square plus y square dA. So നമ്മുടെ സർഫസ് ഇന്റഗ്രൽ ഓഫ് del cross f dot n d sigma എന്നുള്ളത് ഇങ്ങനെ മാറി. ഡബിൾ ഇന്റഗ്രൽ ഓവർ r 8x plus 4xy plus 2 into root of x square plus y square divided by 2 into root of x square plus y square dx dy. ഇത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡബിൾ ഇന്റഗ്രലാണ്. ആ ഡബിൾ ഇന്റഗ്രൽ ഓവർ r ആണ്. r is region in xy plane. അത് x square plus y square less than or equal to 4 ആണ് നമ്മുടെ r.
അപ്പോൾ ഇവിടെ ഈ ഇന്റഗ്രേഷൻ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ എക്സ് കോംപ്ലക്സ് വൈ സ്ക്വയർ ഉള്ളതുകൊണ്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഇതിനെ പോളാറിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. കൂട്ടെ എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, y ഈക്വൽ ടു ആർ സൈൻ തീറ്റ, ആൻഡ് ഡി എക്സ് ഡി വൈ എന്നുള്ളത് അവിടെ ആർ ഡി ആർ ഡി തീറ്റ വരും. പോളാർ കൺവേർഷൻ ആണ്, ഓർക്കണം. ആൻഡ് വേരിയേഷൻസ് നമ്മൾ എടുക്കുമ്പോൾ ഈ റീജിയൻ്റെ അകത്ത് ആർ ഇസ് വേരിയിങ് ഫ്രം ഇത് എൻ്റയർ ഈ റീജിയൻ. അപ്പോൾ നമ്മൾ സ്ട്രിപ്പ് എടുക്കുമ്പോൾ ഇങ്ങനെ സ്ട്രിപ്പ് എടുക്കുക. സോ ആ സ്ട്രിപ്പിലൂടെ ആർ ഇസ് വേരിയിങ് ഫ്രം 0 ടു ഈ സർക്കിളിൽ ആറിന്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിളാണ്. സോ ആർ ഇസ് വേരിയിങ് ഫ്രം 0 ടു 2 ആൻഡ് ദിസ് ആംഗിൾ ഇസ് തീറ്റ. ഇങ്ങനെ കറങ്ങാം. അപ്പോൾ 0 ടു 2π. തീറ്റ ഇസ് വേരിയിങ് ഫ്രം 0 ടു 2π. മനസ്സിലാക്കേണ്ടത് പോളാർ കൺവേർഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഡബിൾ ഇന്റഗ്രലിനെ പോളാർ ഇന്റഗ്രേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, പോളാറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട്. സോ 0 ടു 2, 0 ടു 2π, 8x എന്നുള്ളത് 8r cos തീറ്റ പ്ലസ് 4xy. സോ 4r cos തീറ്റ r sin തീറ്റ. സോ 4r സ്ക്വയർ cos theta sin theta plus 2 into root of r square, that is 2r, divided by 2r r dr d theta. So r cut ചെയ്തു പോയി, ഒരു 2 പുറത്ത്. ആദ്യം with respect to r നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. So this is 1/2 into integral 0 to 2π. with respect to r ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 4 cos theta into r square by 2 plus 4 cos theta sin theta into r cube by 3 plus r square എന്ന് വരും. ലിമിറ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം 0 to 2, പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്യണം with respect to theta. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാം 0 ആയി. 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 സ്ക്വയർ is 4. So 1/2 integral 0 to 2π. 4/2 2i. So 8 cos theta വരും. Then 8/3. So 4 into 8. 32/3 cos theta sin theta വരും. Plus 4 d theta. ഇനി with respect to theta integrate ചെയ്ത് കഴിഞ്ഞാൽ -8 sin theta വരും. പ്ലസ് ഒരു 2 cos theta sin theta അല്ലെ 2 sin theta cos theta sin 2 theta ആയി. ഇത് 16/3 sin 2 theta ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് cos 2 theta by 2 വരും. പ്ലസ് 4 theta. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം 0 to 2π ആൻഡ് പുറത്ത് ഇതുണ്ട് 1/2 ഉണ്ട്. So that is equal to 1/2 into sin അകത്ത് 2π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും 0 ആണ്. Then cos 2 thetaയിലും 2π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 വരിക, 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും 1, 1 - 1 അതും 0 ആയി. സോ ബാക്കി വരാവുന്നത് 4 into 2π മാത്രമേ വരുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 4π. ഇതേ സർഫസ് ഇന്റഗ്രൽ നമുക്ക് പാരാമെട്രിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടും ഇവാലുവേറ്റ് ചെയ്യാം. നമ്മളിവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഇന്റഗ്രൽ ഓവർ S del cross F dot n d sigma. അതിൽ ഈ എസിനെ പാരാമെട്രിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു ബൈ നമ്മൾ പാരാമെട്രിക് ഫോം കോണിന്റെ പാരാമെട്രിക് ഫോമിൽ എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ ആൻഡ് സെഡ് ഇസ് ഈക്വൽ ടു ആർ ആണ്. അപ്പൊ അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. നമുക്ക് ആർ ഓഫ് ആർ തീറ്റ എന്ന് എഴുതാണ് ഞാൻ. ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ഐ പ്ലസ് ആർ സൈൻ തീറ്റ ജെ പ്ലസ് ആർ കെ. പാരാമെട്രിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ എൻ എന്നുള്ളത് ഇങ്ങനെ വരും. ആർ ക്രോസ് ആർ തീറ്റ divided by magnitude of r cross r theta എന്ന് വരും. And d sigma is equal to magnitude of r cross r theta d theta എന്ന് വരും.
അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ആർ ആറും ഡോ ആർ ബൈ ഡോ ആറും ഡോ ആർ ബൈ ഡോ തീറ്റയും വേണ്ടി വരും. ഡോ ആർ ബൈ ഡോ ആർ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ ഇൻറ്റു ഐ പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു ജെ പ്ലസ് കെ ആണ്. ആൻഡ് ഡോ ആർ ബൈ ഡോ തീറ്റ ഇസ് dou r by dou theta is minus r sin theta I minus r cos theta plus r cos theta j. ഇത്രയേ ഉണ്ടാവുള്ളൂ. നമുക്കിനി വേണ്ടി വരിക എൻ ഡി സിഗ്മ ചെയ്യുന്ന സമയത്ത് രണ്ടും കട്ട് ചെയ്ത് പോയിട്ട് ഡി സിഗ്മ ഇസ് അവിടെ ചെറിയ തെറ്റുണ്ട്, ഡി ആർ ഡി തീറ്റയാണ്. ഇവിടെ ആറിൻ്റെയും തീറ്റയുടെയും വേരിയേഷൻസും കൂടി എഴുതാം. ആറ് പ്രൊജക്ഷൻ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സർക്കിൾ അല്ലേ കിട്ടുക. ആറെന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആയിരുന്നു, അത് ഇങ്ങനെ 0 മുതൽ ഏതുവരെ വേരി ചെയ്യാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 ആണ്. സോ ആർ ഈസ് വേരിയിങ് ഫ്രം 0 to 2 ആൻഡ് തീറ്റ ഈസ് വേരിയിങ് ഫ്രം 0 to 2π. തീറ്റ വേരീസ് ഫ്രം 0 to 2π. അപ്പം അത് നമ്മളെ കയ്യിലുണ്ട്. എൻ ഡി സിഗ്മ എന്ന് വരുമ്പോൾ നമുക്ക് ആർ ക്രോസ് ആർ തീറ്റ മതി, ഡി ആർ ഡി തീറ്റ വരും. സോ ആദ്യം അത് വേണം. ആർ ക്രോസ് ആർ തീറ്റ, ദ ഡിറ്റർമിനന്റ് ഐ ജെ കെ കോസ് തീറ്റ സൈൻ തീറ്റ 1 മൈനസ് ആർ സൈൻ തീറ്റ ആർ കോസ് തീറ്റ 0. എക്സ്പാൻഡ് സമയത്ത് ഐ ഇൻറ്റു മൈനസ് ആർ കോസ് തീറ്റ വരും, മൈനസ് ജെ ഇൻറ്റു മൈനസ് ആർ സൈൻ തീറ്റ വരും, പ്ലസ് കെ ഇൻറ്റു ആർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആർ സൈൻ സ്ക്വയർ തീറ്റ വരും, ദാറ്റ് ഇസ് ആർ. ഇനി ഡെൽ എഫ് ഡെൽ ക്രോസ് എഫ് കാണാനുണ്ട്. അത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡെൽ ക്രോസ് എഫ് ഇസ് ഈക്വൽ ടു -4i minus 2xj plus k ആണ്. -4i minus 2xj plus k ആണ്. അതിലും എഫ് ഇസ് ഓവർ ദ സർഫസ് ഓഫ് കോൺ അല്ലേ, അപ്പൊ ഇതിങ്ങനെ വരും -4i minus 2xj, that is 2r cos theta j plus k എന്ന് വരും. നമുക്ക് വേണ്ടത് സർഫസ് ഇന്റഗ്രൽ ഡെൽ ക്രോസ് എഫ് ഡോട്ട് എൻ ഡി സിഗ്മയാണ്. അത് ഇങ്ങനെ വരും. പാരാമെട്രിക് ഫോമിൽ വരുമ്പോൾ നമ്മൾ എല്ലാം ആറിലോട്ടും തീറ്റയിലോട്ടും ഒക്കെ പോവുകയാണ്. സോ 0 to 2 ആയിരുന്നു ആറിൻ്റെത്, 0 to 2π ആണ് തീറ്റയുടേത്. Del cross f dot n, del cross f is -4i minus 2r cos theta j plus k dot and n d sigma നമ്മൾ കണ്ടുവച്ചില്ല. n d sigma is equal to ഇത് തന്നെ r cross dou r by dou r cross dou r by dou theta dr d theta വരിക. So minus r cos theta I plus r sin theta j plus r k dr d theta. So minus r cos theta plus r sin theta into j plus k dr, no, plus rk dr d theta. That is integral 0 to 2π, integral 0 to 2 minus 4r cos theta, no, plus 4r cos theta plus 4r square sin theta cos theta plus r dr d theta. ഇതേ ഇന്റഗ്രൽ നമ്മൾ നേരത്തെ ഇവാലുവേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്.
2r cos theta, 2r square cos theta sin theta plus r, 2r cos theta okay, almost the same integral. Change വരുന്നത് ഇവിടെ 0 to 2 ആണ്, അവിടെ 0 to 1 ആണ്. ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് ആൻസർ സെയിം 4 pi എന്ന് വരും. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഇതല്ലാതെ സർക്കുലേഷൻ ഇന്റഗ്രൽ എന്നുള്ള ഡയറക്റ്റ് ആ കർവിന്റെ മുകളിൽ ഓവർ സി ഇവാലുവേറ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ സ്റ്റോക്ക് ബൈ യൂസിങ് സ്റ്റോക്സ് തിയറം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. യൂസിങ് സ്റ്റോക്സ് തിയറം ഇവാലുവേറ്റ് ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആണ്. അപ്പോൾ സ്റ്റോക്സ് തിയറം ഉപയോഗിക്കുന്നു. Integral over C f dot dr avende, and that is equal to surface integral of del cross f dot n d sigma. മിക്കവാറും ഇതിൻ്റെ അകത്ത് തരുന്ന ആ കേർവ് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആവാം. C is the boundary of the portion of the plane 2x plus y plus z is equal to 2 in the first octant. First octant ഈ പ്ലെയിന് 2x plus y plus z equal to 2 എന്ന് പറഞ്ഞ് ചെരിഞ്ഞു കിടക്കുന്ന പ്ലെയിൻ ആയിരിക്കും. അത് എക്സ് ആക്സിൽ മീറ്റ് ചെയ്യും 100, y ആക്സിൽ മീറ്റ് ചെയ്യും 2020 ആൻഡ് z ആക്സിൽ മീറ്റ് ചെയ്യും 002. അപ്പൊ ഇങ്ങനെ കിടക്കുന്ന ഒരു പ്ലെയിൻ ആണ്. ഇതിന്റെ ബൗണ്ടറി ആണ് സി. ഇതാണ് സി. പക്ഷെ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ആ സി ഉപയോഗിച്ചിട്ടില്ല. കാരണം സി എന്ന് പറഞ്ഞാൽ 3 എണ്ണത്തിന്റെ കോമ്പിനേഷൻ. അപ്പൊ ലൈൻ ഇന്റഗ്രൽ കാണുമ്പോൾ 3 ഇന്റഗ്രൽസ് വാലുവേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് ഒഴിവാക്കാനാണ് നമ്മൾ അതിനെ സർഫസ് ഇന്റഗ്രൽ ആയിട്ട് വാലുവേറ്റ് ചെയ്യുന്നത്. സർഫസ് ഇസ് ദ പ്ലെയിൻ. സർഫസ് ഇസ് ഗിവൺ ബൈ 2x plus y plus z is equal to 2. ഇതാണ് നമ്മുടെ സർഫസ്. സോ അതിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ലെറ്റ് g of x y z is equal to നമ്മുടെ സർഫസ്, that is 2x plus y plus z minus 2. r എന്നുള്ളത് അതിന്റെ പ്രൊജക്ഷൻ എടുക്കുക. ഏതെങ്കിലും ഒരു പ്ലെയിനിലോട്ട് നമുക്ക് ഇതാക്കാം. r ഈ പ്ലെയിനിലോട്ട് എക്സ് വൈ പ്ലെയിനിലോട്ട് പ്രൊജക്ട് ചെയ്യുന്നു. r is projection of S in xy plane, then P is equal to K. നമുക്ക് വേണ്ടിയിരുന്നത് del G വേണം. del G is dou by dou x, so 2y plus j plus k എന്ന del G വരിക. and del G dot P എന്ന് വരുന്നത് ഇവിടെ k വെച്ചല്ലേ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കേണ്ടത്. so that is 1. ഇനി del cross f വേണം. so del cross f is equal to determinant I j k dou by dou x, dou by dou y, dou by dou z. f is xzi plus xyj plus 3xzk. അങ്ങനെ ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും I into 0 minus 0 minus j into 3z minus x plus k into y minus 0. So that is x minus 3z into j plus yk. That is del cross f. ഇനി നമുക്ക് വേണ്ട ഇന്റഗ്രലിന്റെ പോർഷനിലോട്ട് പോവാം. ഇന്റഗ്രലിന്റെ അകത്ത് del cross f dot n d സിഗ്മയാ വേണ്ടേ. so that is x minus 3z into j plus yk. അത് del cross f ആയി. n is del g divided by
magnitude of del G, and d sigma is magnitude of del G divided by magnitude of del G dot P dA എന്ന് വരും. ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി. del G നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. So x minus 3z into j plus yk dot, what is del G? 2y plus j plus k, and del G dot P is 1. അത്രയും dA. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 2 ഐയുടെ കോമ്പൗണ്ട് ആദ്യത്തെ ഇല്ല. സോ എക്സ് മൈനസ് 3z പ്ലസ് വൈ ഡി എന്ന് വരിക. പക്ഷെ അതിൽ ഈ സെഡിനെ നമുക്ക് മാറ്റണം. സെഡിനെ മാറ്റാൻ വേണ്ടിയിട്ട് എക്സ് വൈ സെഡ് ആ സർഫസിലെ ആ സർഫസ് ഇസ് പ്ലെയിൻ 2x plus y plus z is equal to 2 ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടത് 3z ആണ്. z is 2 minus 2x minus y ആണ്. So 3z is 6 minus 6x minus 3y ആണ്. അപ്പൊ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ x minus 3z ആണ്. So minus x plus 6x plus 3y plus y. അത്രയും dA. That is 7x plus 4y minus x dA. ഇനി ഇന്റഗ്രേറ്റ് ചെയ്താൽ സർഫസ് ഇന്റഗ്രൽ ഓഫ് del cross f dot n d sigma is equal to integral over r 7x plus 4y minus x dx dy. x ന്റെ y ന്റെ ലിമിറ്റുകൾ വേണം. x ന്റെ y ന്റെ ലിമിറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ട്രിപ്പ് പാരലൽ ടു y ആക്സ് എടുത്ത ആ സ്ട്രിപ്പ് ഒരറ്റം y ഈക്വൽ ടു 0 മറ്റേ അറ്റം ഈ സ്ട്രെയിറ്റ് ലൈനിൽ, ഈ സ്ട്രെയിറ്റ് ലൈൻ 2x പ്ലസ് y ഇസ് ഈക്വൽ ടു 2, കാരണം z 0 ആവുന്ന പ്ലെയിനിന്റെ പോർഷനാ. അതിൽ y is 2 minus 2x. So integral 0 to 2 minus 2x 7x plus 4y minus x dy, and ആ സ്ട്രിപ്പിന്റെ അകത്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ x equal to 0 മുതൽ ഇങ്ങേറ്റം x equal to 1 വരെ വേരി ചെയ്യാം. So 0 to 1. So that is equal to integral 0 to 1 with respect to again dx ഉണ്ട്. With respect to y integrate ചെയ്ത് കഴിഞ്ഞാൽ 7xy plus 4 okay y square by 2 വരും. 2 cut ചെയ്ത് പോകും. So 2y square minus 6y. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0 to 2 minus 2x. So that is integral 0 to 1 7x into 2 minus 2x plus 2 into 2 minus 2x the whole square minus 6 into 2 minus 2x dx. So that is equal to integral 0 to 1 multiplied by 14x minus 14x square plus 2 minus 2x the whole square remove 4 into 2 8 plus 4x square, so 8x square minus 8x, so minus 16x minus 12 plus 12x dx. So integral 0 to 1 minus 6x square plus 10x minus 4 dx. Integrate ചെയ്യുമ്പോൾ x cube by 3 വരും. So minus 2x cube plus 10x square by 2 വരും. So 5x square minus 4x. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 0 to 1. 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം 0 ആവും. So 1 substitute ചെയ്യുമ്പോൾ minus 2, 5, minus 4. So answer is minus 1. കൺസർവേറ്റീവ് ഫീൽഡും സ്റ്റോക്സ് തിയറി തമ്മിൽ ചെറിയൊരു കണക്ട് ചെയ്യാം. കൺസർവേറ്റീവ് ഫീൽഡ് ഒരു ഫീൽഡ് എഫ് കൺസർവേറ്റീവ് ആവും, പാത്ത് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ
ഇന്റഗ്രൽ a to b f dot dr a to b നെ ജോയിൻ ചെയ്യുന്ന പാത്തിനെ ഡിപെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ കൺസർവേറ്റീവ് ആവും. ഈ കൺസർവേറ്റീവ് ആകുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പ്രൂവ് ചെയ്തു, there is a scalar potential, there is small f such that capital F is equal to del f എന്ന് പ്രൂവ് ചെയ്തിരുന്നു. ആ കേസിൽ if and only if ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽ ക്രോസ് എഫ് 0, കാരണം ഡെൽ ക്രോസ് എഫ് is equal to del f അല്ലേ, സോ del f അത് ഏത് എഫിനും 0 ആണ്. സോ ഡെൽ ക്രോസ് എഫ് 0 ആയി. ഡെൽ ക്രോസ് എഫ് 0 ആണെങ്കിൽ ഡെൽ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ കേൾ ആണ്. സോ കേൾ 0. കേൾ 0 ആണെങ്കിൽ സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ 0 വരും. കാരണം സ്റ്റോക്സ് തിയറത്തിൽ അതാണല്ലോ പറയുന്നത്, ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ അല്ലെങ്കിൽ സർഫസ് ഇന്റഗ്രൽ ഓഫ് ഡെൽ ക്രോസ് എഫ് ഡോട്ട് എൻ ഡി സിഗ്മ അല്ലേ. അപ്പൊ ഇത് തന്നെ 0 ആയി കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ 0 ആയി. ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ 0 ആണെങ്കിൽ എഫ് കൺസർവേറ്റീവ് ആണ്. അതും നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് റൗണ്ട് ചെയ്ത് ഇങ്ങനെ പോവാണ്. എല്ലാം ഈക്വലന്റ് ആണ്. കൺസർവേറ്റീവ് ആണെങ്കിൽ there is a scalar potential, scalar potential ഉണ്ടെങ്കിൽ കേൾ 0 ആയി. കേൾ 0 ആണെങ്കിൽ ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ 0. അപ്പൊ ഇതിൽ പലതിന്റെയും പ്രൂഫുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കേസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് ഈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കേസ് പൂർണ്ണമാവുന്നത്. നമ്മൾ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ എത്തി. അതിനർത്ഥം നേരെ തിരിച്ചിങ്ങോട്ട് പോവാം എന്നുള്ള രീതിയിൽ തന്നെയാണ്. സ്റ്റോക്സ് തിയറം കൂടെ കഴിയുമ്പോഴേ നമുക്ക് ശരിക്ക് ഇതിനു മുന്നേ ചെയ്തിരിക്കുന്ന ചെറിയ ചെറിയ തിയറംസിന്റെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കേസുകൾ പൂർണ്ണമാവും. ഫൈൻഡ് ദ സർക്കുലേഷൻ ഓഫ് ദ ഫീൽഡ്. സർക്കുലേഷൻ രണ്ട് രീതിയിലും കാണാം. കർവ് ഉപയോഗിച്ചിട്ട് കാണാം, ഇനി അല്ല സ്റ്റോക്സ് തിയറം ഉപയോഗിച്ചിട്ട് സർഫസ് ഇന്റഗ്രൽ എന്നുള്ള രീതിയിൽ കാണാം. രണ്ടാമത്തെ വെരിഫൈ സ്റ്റോക്സ് തിയറം, ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. തേർഡ് വൺ അഗെയിൻ സർക്കുലേഷൻ ഓഫ് ദ ഫീൽഡ് ആണ്. അപ്പോൾ അത് ഏതാണോ കംഫർട്ടബിൾ അതുപോലെ ചെയ്യാം. ആൻഡ് ഫോർത്ത് വൺ യൂസിങ് സർഫസ് ഇന്റഗ്രൽ ഓഫ് സ്റ്റോക്സ് തിയറം. അപ്പോൾ സ്റ്റോക്സ് തിയറത്തിന്റെ അകത്ത് പറയുന്നത് സർഫസ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനാണ്. കാൽക്കുലേറ്റ് ദ ഫ്ലക്സ് ഓഫ് ദ കേൾ. ഫ്ലക്സ് ഓഫ് ദ കേൾ എന്ന് പറഞ്ഞാൽ സർഫസ് ഇന്റഗ്രൽ ഓഫ് ഡെൽ ക്രോസ് എഫ് ഡോട്ട് എൻ ഡി സിഗ്മ. നമ്മൾ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എഫ് ഡോട്ട് എൻ ഡി സിഗ്മ ആയിരുന്നു. അപ്പൊ ഇവിടെ ഫ്ലക്സ് ഓഫ് കേൾ ആണ് വേണ്ടത്. സോ ഡെൽ ക്രോസ് എഫിന്റെ ഫ്ലക്സ് ആണ്. സോ ഡെൽ ക്രോസ് എഫ് ഡോട്ട് എൻ ഡി സിഗ്മ. എക്രോസ് പാരാമീറ്റർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എസ് ഓഫ് ആർ തീറ്റ എന്നാണ് തന്നിരിക്കുന്നത്. ആർ കോസ് തീറ്റ ഐ പ്ലസ് ആർ സൈൻ തീറ്റ പ്ലസ് ആർ കെ. അത് കോൺ ആണ്. നമ്മൾ ഇതേപോലെ ഒന്ന് എക്സാമ്പിളിൽ ഡിസ്കസ് ചെയ്തതാണ്.